എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് അപ്പം നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് 2024 തിയേറ്ററിൽ റിലീസ് ചെയ്ത വെപ്പൺ എന്ന് പറഞ്ഞ തമിഴ് മൂവി നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് തമിഴ് വീഡിയോസിലും ആമസോൺ പ്രൈമിലും ചിത്രം ലഭ്യമാണ്. അപ്പോൾ ഞാൻ ആമസോൺ പ്രൈമിലാണ് ചിത്രം കണ്ടത്. തമിഴിൽ തന്നെയാണ് ലാംഗ്വേജ് ഉള്ളൂ. അപ്പോൾ വെപ്പണെ കുറിച്ച് പറയുമ്പോൾ വസന്തരവി നമ്മുടെ ജയിലറും ചിത്രത്തിലെ രജനീകാന്തിൻ്റെ മകനായി അഭിനയിച്ച വ്യക്തി, അതുപോലെ തന്നെ നമ്മുടെ സത്യരാജ്, ടനിയ ഹോപ്പ്, രാജീവ് പിള്ളെ, രാജീവ് മേനൻ തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗ് ആയി വന്നിട്ടുള്ളത്. വെപ്പൻ്റെ ട്രെയിലറൊക്കെ ഭയങ്കര ഡാർക്ക് ഷെഡ്യൂളുള്ള ഒരു ട്രെയിലറാണ് ഒരുക്കി വെച്ചിരുന്നത്. ഹോളിവുഡ് മൂവി നമ്മൾ കാണുന്ന തരത്തിലൊക്കെ വേണമെങ്കിലായിരുന്നു എൻ്റെ ട്രെയിലർ ടീസറൊക്കെ ഒരുക്കി വെച്ച്. പക്ഷേ വെപ്പണെ കുറിച്ച് പറയുമ്പോൾ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ കണ്ടിട്ടും ആ ഒരു പ്രതീക്ഷ കിട്ടാത്തൊരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം തുടക്കം തന്നെ ഭയങ്കര ഒരു പുതിയൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. അപ്പോൾ കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്ത് നല്ലൊരു പുതിയൊരു ഫ്രഷ്നെസ് തന്നെയാണ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, അത്യാവശ്യം നല്ല കൊള്ളാവുന്ന പടമാണെന്ന് തോന്നുന്നു. പക്ഷെ പതിയെ അതിൻ്റെ സ്റ്റോറിലോട്ട് എത്തും തോറും നമ്മുടെ കൈവിട്ട് പോകുന്നൊരവസ്ഥയായിരുന്നു. ഒരു തലവേദന അടുപ്പിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരു സ്റ്റോറി പരിശോധിച്ച് തുറക്കം തന്നെ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്. ഒരു മൈൻഡ് അറ്റാക്ക്. നമ്മുടെ കഥാനായകനെ പിടിച്ചു കൊണ്ട് പോകുന്നു പോലീസ്. അയാൾ ടെററിസ്റ്റാണെന്ന് പറയുന്നു. അവിടെ നീയാണ് എൻ്റെ പിന്നിലെന്ന് പറയുന്നു. അതൊന്നും എനിക്കറിയില്ല, ആരാണ് എൻ്റെ പിന്നിൽ എനിക്കറിയില്ല എന്ന് പറയുന്നു. പിന്നീട് ഞാൻ കഥ പറയുന്നു. അതുമായി അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ആളൊരു യൂട്യൂബറാണ്. അപ്പോൾ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് തേനി എന്ന് പറയുന്ന സ്ഥലത്താണ് സ്റ്റോറി നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വെച്ചിട്ടാണ് ആൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു, എൻ്റെ കഥാകാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ കഥാനായകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അവിടെ നമ്മുടെ കഥാനായിക വരുന്നുണ്ട്. പരിപാടിയും കാര്യങ്ങളൊക്കെ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലബ് സോങ് വരുന്നുണ്ട്. അതൊക്കെ എന്തിനാ കുത്തിയിരുന്നത് അറിയില്ല. അവരുടെ സ്റ്റോറിലെയും പരിശോധിക്കുന്ന തുടക്കം തന്നെ പഴയൊരു കാലഘട്ടം, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു കാലഘട്ടത്ത് ബ്രിട്ടീഷിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പഴയകാല മനുഷ്യൻ ഒരു മെഡിസിൻ കണ്ടുപിടിക്കുന്നു. ആ മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ വലിയൊരു ശക്തിയായി മാറും. കാരണം ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, ഈ വ്യക്തിയെ കാണാൻ പറ്റില്ല, പുതിയ അനുഭവം സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ചെറുപ്പകാലത്ത് നമ്മുടെ സത്യരാജിൻ്റെ അച്ഛൻ സത്യരാജിന് കൊടുക്കുന്നു ഈ മരുന്ന്. അതിനുശേഷം ആൾ വലിയൊരു സംഭവം മാറാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ടൂൾ, അതാണ് വെപ്പൺ. ഈ വെപ്പൺ അന്വേഷിച്ചിട്ടാണ് ഒരുപാട് പേര് വരുന്നത്. കാരണം ഈ മനുഷ്യനെ 100 പേര് ചെന്നാലും 200 പേര് ചെന്നാലും പിടിക്കാൻ സാധിക്കില്ല. കാരണം വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ തോക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വെടിവെച്ച് പോവും. കൈ കൊട്ടിക്കഴിഞ്ഞാൽ അത്ഭുതം സംഭവിക്കും. ടി വിയിലൂടെ ആനയെ നോക്കി കഴിഞ്ഞാൽ ആന പ്രസവിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കത്തിയും പരിപാടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ആവട്ടെ. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു പയ്യനെ ലോറി അടിക്കാൻ വേണ്ടി വരുന്നു. ലോറി അടിക്കാൻ വരുമ്പോൾ പയ്യൻ ലോറി തെറിക്കുന്നു. അപ്പോൾ തന്നെ ഇങ്ങനെ ആക്കുമ്പോഴേക്കും പയ്യ രക്ഷപ്പെട്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവരവിടെ എത്തുന്നു. സ്ഥിരം പരിപാടി പോലെ തന്നെ കറക്കി കുത്തും കാര്യങ്ങളൊക്കെയാണ്. എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഒന്നും തോന്നുന്നില്ല. വസന്തരയെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ഒരു തരത്തിലും മുഖത്തൊരു എക്സ്പ്രഷൻ വരാത്തൊരു നടനുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തി ആയിരിക്കാം. ആ വ്യക്തി കൂടി ചിത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നായികയെ കുറിച്ച് പ്രത്യേകിച്ച് കാര്യം പറയാനൊന്നുമില്ല. 2-3 ചിത്രങ്ങൾ മാത്രമേ അവരുള്ളൂ. പക്ഷെ എന്താ പറയുക, കാര്യമായിട്ടൊരു തരത്തിലും ഉള്ളൊരു ആക്ടിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ നമ്മുടെ മലയാളി നടി കനിഹയും ഇതൊരു പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. ഒരു ചെറിയൊരു പോർഷൻ മാത്രം വരുന്നുള്ളൂ. ഇതിൽ സത്യരാജ് നായിക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സത്യരാജിനെ ഏകദേശം ഇൻട്രബെല്ലിൻ്റെ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു അദ്ദേഹത്തിനൊരു ഇൻട്രോ വരുന്നുണ്ട്. ഇൻട്രോ അത്യാവശ്യം കൊള്ളാമായിരുന്നു. പിന്നീട് അവിടെ നിന്ന് പിന്നെ ചറപറ ഉള്ള കത്തിയും പരിപാടി ആയതുകൊണ്ട് തന്നെ സീൻ കുറവാണ്. ഒരു പാർട്ടിൽ വരുന്നുണ്ട്, അധികം സീൻ കുറവാണ്. ഇൻ്റർവ്യൂവിന് ശേഷമാണെങ്കിലും സ്പേസ് വളരെ കുറവാണ്. വസന്തരവിക്കാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ളൂ. ഇൻ്റർവ്യൂവിന് ശേഷം സെക്കൻഡ് ഹാഫിന് ശേഷം ഈ 2 വ്യക്തികളും കാണിക്കുന്നില്ല. അത് വേറൊരു കോമഡി ആയിട്ട് മാറുന്നുണ്ട്. ക്ലൈമാക്സിലൊക്കെയാണ് പൊന്തി വരുന്നുള്ളൂ എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും അച്ഛൻ മകൻ പാസം പൊന്തി വരുന്നുണ്ട്. പിന്നെ തമ്മിലുള്ള പോരാട്ടം ഒരു ആനിമേഷൻ മൂവി കണ്ടിട്ടുള്ള ഒരു ഫീലൊക്കെയാണ് പുനഃസൃഷ്ടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ബ്ലാക്ക് തണ്ടറും അതുപോലെ തന്നെ ബ്ലൂമേനും കാര്യങ്ങളൊക്കെ കടന്നു വരുന്നു. ശക്തിയായിട്ടുള്ള 2 പേരുള്ള പോരാട്ടം, ഇനി കറങ്ങി വരുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. വില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും കോമഡി പീസാണ്. ഭാരമായിട്ടുള്ള BGM ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തോന്നുന്നില്ല. ഇയാളാണ് വില്ലെന്നുള്ളൊരു തോന്നൽ ഏത് പടം കണ്ടാലും നമുക്കൊരു തോന്നണം. കാരണം അതുമാതിരി സെറ്റപ്പും കാര്യങ്ങളും ഒരു ഹോളിവുഡ് ലെവലുള്ള ബ്ലാക്ക് ആയിട്ടും ആരെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട്. പക്ഷേ യാതൊരു വിധത്തിലും ഒരു ഇമ്പാക്റ്റിൽ ഒരു ഭയപ്പെടുത്തുന്ന വില്ലനായി തോന്നുന്നില്ല. ഒരു ഇമോഷൻസോ യാതൊരു ബാക്ക്ഗ്രൗണ്ടോ പരിപാടിയോ കാര്യങ്ങളൊന്നും കാണിക്കാത്ത തരത്തിലുള്ള വില്ലനായി മാറി. ഇത് വെറുതെ ഒരുപാട് പേര് ഒരാളെ പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. കുറേ പേര് ഇവിടെ സംസാരിച്ചിരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് ഹാഫിനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പോലീസായും വരുന്നുണ്ട് ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട്. അവസാനം മാത്രമാണ് അത് അയാളെ ആരാണെന്ന് കാണിക്കുക തന്നെ ചെയ്യുന്നുള്ളൂ. അയാൾ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മാസ്ക് ഇട്ട് ഇത് പൂച്ചാണ്ടി വിളയാട്ടം വന്നുകൊണ്ട് കുറേ കോമഡി സീൻസൊക്കെ എടുക്കുക കാണിക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ കോമഡി ആയിട്ടാണ് തോന്നിയത്.
അങ്ങനെ കുറേ കത്തിയും പരിപാടി കുറേ അപരാധങ്ങളും കാണിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഫസ്റ്റ് ഹാഫിലൊക്കെ ഈ ഫുള്ള് ചോദ്യം ചെയ്ത് തന്നെയാണ് സ്റ്റോറി പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ട് കയറി വരുന്നുണ്ട്. അവാർഡ് പരിപാടിയും കാര്യങ്ങളും തേങ്ങ മാങ്ങ ഒന്നും അറിയാത്ത പോലെ പെടുന്നു. സ്ഥിരം അവസാനം പടത്തിൽ പോലെ സ്ഥിരം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വെറും തലവേദന പിടിച്ചു. സെക്കൻഡ് ഹാഫ് ഒക്കെ ഇത് കണ്ട് റിപ്പീറ്റ് അടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കടന്നു വരുന്നത്. രാജീവുള്ള വരുന്നുണ്ട്. ഏറ്റവും വലിയ പേടി ഒരു കാലില്ലാത്തൊരു കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നു. ആ സമയത്ത് തന്നെ കാല് വരുന്നു. കുട്ടി നടക്കുമ്പോൾ കുറച്ച് മരിച്ചു പോകുന്നുണ്ട്. അതാണ് അത്ഭുതം സംഭവിക്കാൻ വേണ്ടി മെഡിസിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് യാതൊരു വിധത്തിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലെന്താ കത്തി അല്ലെങ്കിൽ അപരാധം പിടിച്ച ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കണ്ടത്. എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. വെപ്പനെ കുറിച്ച് പറയുമ്പോൾ ഒരു ബിലോ ഏവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആ വെപ്പൻ എന്ന് പറയുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.